ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് പിന്നീടാണെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഭാവിയിലേക്കാണ് മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യാം, എന്നാൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടാങ്ക് ഏകദേശം 5 അടി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 5 അടി ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്ലോറിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ നിലയിൽ നമ്മുടെ ബാത്റൂമിൽ നല്ല രീതിയിൽ പ്രഷർ ഇടണമെങ്കിൽ നമുക്കൊരു 5 അടി ഹൈറ്റെങ്കിലും വെക്കണം. 5 അടി ഹൈറ്റിൽ കൊടുത്തു. പിന്നെ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന ആംഗ്ലെയറാണ് കൊടുത്തിരിക്കുന്നത്, ചാനലല്ല കൊടുത്തിരിക്കുന്നത്, ഫുൾ ആംഗ്ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് വന്നാൽ പോലും വളയാത്ത രീതിയിൽ അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു സെപ്പറേറ്റ് സപ്പോർട്ട് കൂടി കൊടുത്തിരിക്കുന്നുണ്ടോ. ഈ രണ്ട് സപ്പോർട്ടുണ്ട്. ഈ രണ്ട് സപ്പോർട്ടാണ് അതിൻ്റെ സെൻറ്ററിൽ വളയാതിരിക്കുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ സ്റ്റാൻഡ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രോങ് ആണെങ്കിലും ആ ഇരിപ്പ് ലോഡാണ് വരുന്നത്. അതായത് 1000 ലിറ്റർ അല്ലെങ്കിൽ 2000 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ വയ്ക്കുന്ന സമയത്ത് സെൻറ്ററിലായിരിക്കും ഫുൾ ലോഡ് കേന്ദ്രീകരിക്കുന്ന സമയത്ത് ജസ്റ്റ് വളയാനുള്ള ചാൻസ്, അതായത് ജസ്റ്റ് ഒരു ബൾജിങ് വളയാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ സെൻറ്ററിൽ ലോഡ് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ട് ടാങ്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രശ്നങ്ങൾ വരാറ് അതിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് വലിയൊരു റിസ്ക് വരാറുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ടാങ്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 1 അടി 1.5 അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ നമ്മുടെ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ഗോണി ഒരു ലാഡർ മുകളിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഈ ലാഡറിലൂടെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ട് ക്ലീനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് സൈഡ് കണ്ട ഇപ്പോൾ ടാങ്ക് എന്തെങ്കിലും കാറ്റോ കാര്യങ്ങൾ പിടിച്ച് പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിലൊരു ഒരു പ്രൊജക്ഷൻ രീതിയിൽ തന്നെ ഒരു ബീഡിങ് കൂടി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ വേക്കൻ്റ് ആയ പോലും ടാങ്ക് വേക്കൻ്റ് ആയ സമയത്ത് കാറ്റുള്ള സമയമാണെന്ന് വിചാരിക്കുക, ആ സമയത്ത് ടാങ്ക് പറന്നു പോകാനുള്ള ചാൻസും അതുപോലെ തന്നെ ടാങ്ക് പൊട്ടി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു സൈഡിലൊരു ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിപ്പോകില്ല, സൈഡിലേക്ക് പറന്നു പോകാത്ത രീതിയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കേസാണ്. അതിനേക്കാൾ ഏറ്റവും ഉപകാരപ്രദമായത് അതിൻ്റെ ഗോണി സിസ്റ്റമാണ്, അതിൻ്റെ ലാഡർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ആ ലാഡർ സിസ്റ്റം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കൂടാതെ തന്നെ ടാങ്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 1 അടി 1.5 അടി ഗ്യാപ്പ് കൂടി കൊടുത്തിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യം. പല രീതിയിൽ പല വീടുകളിൽ നമ്മൾ ചെന്നുമ്പോൾ കാണാൻ സാധിക്കുന്നത് ടാങ്ക് അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ടാങ്കിൻ്റെ സെയിം വീതി സെയിം നീളത്തിലായിരിക്കും അതിൻ്റെ താഴേക്കുള്ള സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ, കയറി പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കയറി നിന്ന് മെയിൻ്റനൻസ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്റ്റാൻഡ് എങ്ങനെ ചെയ്യാമെന്നും അത് വളഞ്ഞു പോകാത്ത രീതിയിൽ എങ്ങനെ അതിൻ്റെ ബെൻഡ് കാര്യങ്ങൾ അതിൽ സ്ട്രോങ് സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നും മുകളിലേക്ക് ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ലാഡർ സിസ്റ്റം സെറ്റ് ചെയ്യാമെന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.